ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ആലപ്പുഴ കുട്ടനാട് വെളിയനാട്. എൻ്റെ വീട് വെളിയനാടാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വെളിയനാടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒക്കെ നല്ല വെള്ളം വരവാണ് കേട്ടോ. അതായത് വീടിന്റെ മുറ്റത്തും പറമ്പിലും എല്ലാം വെള്ളം കയറി ആകെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചാച്ചിക്കും അമ്മയ്ക്കൊക്കെ 85 വയസ്സുണ്ട്. അപ്പോൾ അവരെയും കൊണ്ടൊക്കെ ഇനി എങ്ങനെ നീ പുറത്തോട്ടൊക്കെ പോകാതെ ഇവിടുന്നും പോകാതെ ഒരു മാർഗവും ഇല്ല. കാരണം അത്ര വലിയ വിഷമമാണ്. കാരണം വെള്ളമൊക്കെ കയറിയിട്ട് ഇനിയിപ്പോൾ അവരെ ഇത്രയും ഞങ്ങൾ പിടിച്ചു നിന്നു എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം കുറയുമോ എന്നൊക്കെ. പക്ഷെ ഭയങ്കര ഇപ്പം മുകളിൽ ആകാശത്തൊക്കെ ഇടി മുഴങ്ങുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ അതുപോലെ പുഴയിലേക്കൊക്കെ വെള്ളം കയറി, പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി വീട്ടിന്റെ അവിടേക്കൊക്കെ കയറുകയാണ്. പെരയ്ക്കകത്തോട്ട് കയറുന്നു, വെള്ളം അകത്തോട്ട് കയറുകയാണ്, പെരയ്ക്കകത്തോട്ടൊക്കെ വെള്ളം കയറുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ്. ഞാനിപ്പോൾ അത് കാണിക്കാം. ഇത് കണ്ടില്ലേ, എൻ്റെ വീടാണേ. കണ്ടില്ലേ, എൻ്റെ വീടാണിത്. കണ്ടോ? അപ്പോൾ അതേ പറമ്പിലും എല്ലാം വെള്ളം കയറി. പിന്നെ അതേ വീടിന്റെ അവിടോട്ട് ഗേറ്റിലേക്ക് കണ്ടോ, ഗേറ്റിന്റെ അവിടെ എല്ലാം അകത്തോട്ട് വരുന്നിടത്തെല്ലാം വെള്ളമായി. കണ്ടോ കണ്ടോ വെള്ളം ഒഴുകുന്ന കണ്ടോ, നല്ല ഒഴുക്കാണ്. കണ്ടോ കണ്ടോ ഗേറ്റിന്റെ അവിടെ പറമ്പെല്ലാം കണ്ടില്ലേ, എല്ലാം വെള്ളത്തിൽ നിൽക്കുന്ന കണ്ടോ. പച്ചക്കറികളും ഫ്രൂട്ട്സ് തൈയും എല്ലാം കണ്ടില്ലേ, മരങ്ങളും എല്ലാം വെള്ളത്തിലാണ്. ഇത് കണ്ടോ, നമ്മൾ ഗേറ്റിൻ്റെ അവിടുന്ന് പുറത്തോട്ടിറങ്ങി. ഇത് ഞങ്ങളുടെ റോഡാണ് കേട്ടോ, വണ്ടി വരുന്ന റോഡാണ്. ഫുള്ള് കണ്ടോ വെള്ളമായി. കണ്ടോ മൊത്തം വെള്ളം. ഇതിപ്പം കണ്ടോ, കായലേത് കരയേത് പുഴയേത് ഒന്നും അറിയാൻ പറ്റില്ല. ആ ഒരു ലെവലിലായി. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ ഗേറ്റിൽ നടന്ന് തൊട്ടടുത്ത പുഴ കണ്ടോ. പുഴയിൽ നിന്നാണ് വെള്ളം ഇരച്ച് കുത്തി കയറി വരുന്നു. കണ്ടോ, എന്തൊരു സങ്കടമാണ് എൻ്റെ പൊന്നോ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കുട്ടനാട്ടുകാരെന്ത് ചെയ്യും? വെളിയനാട്, എൻ്റെ വീട് വെളിയനാടാണ്, കുട്ടനാട്ടിലെ വെളിയനാടാണ്. അപ്പോൾ ഇരുപതിപ്പറമ്പ് സ്റ്റോപ്പിൽ നിന്ന് അകത്തേക്ക് വരുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ? ഈ വഴിയാ ഞാൻ കാണിച്ച വഴി കണ്ടില്ലേ, ഫുള്ള് വെള്ളത്തിലാണ്. ഇത് കണ്ടോ, ഇത് പുഴയായി കാണുന്ന കണ്ടോ, കലിതുള്ളി ആ പുഴ കലിച്ച് വരുന്നുണ്ടോ. ഇവിടെ വെള്ളം ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? കണ്ടോ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? വെള്ളത്തിന്റെ വരവ് കണ്ടോ, കലുഷിതമായിട്ട്, വളരെ കലുഷിതമായിട്ട് വരികയാണ്. കണ്ടോ, ആകാശമൊക്കെ നോക്ക്, മഴ പെയ്യാനായിട്ട് വീണ്ടും കാർമേഘം കുമിഞ്ഞു കൂടുകയാണ്. ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ തീയ, കുട്ടനാട്ടുകാരുടെയൊക്കെ നെഞ്ചിൽ തീയാണ്. അയ്യോ, കണ്ടോ എൻ്റെ പൊന്നെ, എല്ലായിടത്തും വെള്ളം നോക്ക്, എല്ലാം മൊത്തത്തിൽ വെള്ളം. കരയേത് ഭൂമിയേത് പുഴയേത് ഒന്നും അറിയില്ല. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. എല്ലായിടത്തും വെള്ളം. ഞങ്ങളുടെ വീട്ടിലും വെള്ളം കയറി, ഞങ്ങളുടെ പറമ്പിലും വെള്ളം കയറി, ഞങ്ങളുടെ കൃഷിയും എല്ലാം നശിച്ച്. ഇതുപോലെ തന്നെയാണ് കുട്ടനാട്ടിലെ ഓരോ ആൾക്കാരുടെ അവസ്ഥ. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടിലെ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 85 വയസ്സുള്ള അവരെയും കൊണ്ടൊക്കെയുള്ള യാത്ര ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാതിരിക്കാൻ വയ്യ. ഞാൻ കഴിവതും ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ഈ വെള്ളം പേടിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പോകാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോ, വീടാ, ആ ഗേറ്റാ കാണുന്നത്. കണ്ടോ കണ്ടോ എല്ലാം. ഇത് ആറ്. ഇത് കണ്ടില്ലേ, എൻ്റെ പച്ചക്കറിയൊക്കെ വെള്ളത്തിലായിപ്പോയി. കണ്ടില്ലേ, വെള്ളം കയറി. പുഴയാ കാണുന്നത്. കണ്ടോ, പുഴയാണേ. അവിടെ ഞാൻ മറച്ചത് കൊണ്ടാണ് ഇപ്പോൾ പുഴ കാണാത്ത. ഞാൻ പുഴ വ്യക്തമായിട്ട് കാണിക്കാം. ഇത് കണ്ടില്ലേ, എൻ്റെ ഒരുപാട് ഫ്രൂട്ട്സ് മരവും കാര്യങ്ങളും ഒക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ അതെല്ലാം വെള്ളം കയറിയിട്ട് ആകെ എല്ലാം നാശത്തിലാവുമെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, പച്ചക്കറിയൊക്കെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ. കണ്ടോ കണ്ടോ കണ്ടോ, പച്ചക്കറി എല്ലാം വെള്ളത്തിലായിപ്പോയി. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം കണ്ടില്ലേ, ഒരുപാട് കായൊക്കെ പിടിച്ചത്. അവിടെ എല്ലാം കായ കിടക്കുന്നുണ്ടോ. കണ്ടോ കണ്ടോ, ഇവിടെ എല്ലാം കായുണ്ട്. എല്ലാം വെള്ളത്തിലാവുകയാണല്ലോ ഈശ്വര. അത് വല്ലാത്തൊരവസ്ഥ. ഇത് കണ്ടില്ലേ, അവിടെ എല്ലാം പച്ചക്കറികളുണ്ട്, അതെല്ലാം പോവുക. വെള്ളമാണ്. വാഴയൊക്കെ നിൽക്കുന്നുണ്ടോ, വെള്ളത്തിലാണ്. നല്ല വാഴയൊക്കെയാണ്. കണ്ടില്ലേ, എല്ലാം വെള്ളം കയറി. തൈയും എല്ലാം വെള്ളത്തിലാണ്. ഈ പറഞ്ഞ കണ്ടോ, മരങ്ങൾ, ഫ്രൂട്ട്സ് മരമൊക്കെ 800 രൂപ ആ റേഞ്ചിലൊക്കെ, 1000 രൂപ 800 രൂപയൊക്കെ ആ റേഞ്ചിലൊക്കെ മേടിച്ചു വെച്ച മരങ്ങളൊക്കെയാണ്. അതെല്ലാം വെള്ളമാണല്ലോ. നോക്കിയാൽ കണ്ടില്ലേ, മൊത്തം വെള്ളത്തിലാണേ.
ഇത് കണ്ടോ, ഞാൻ കാണിക്കാം, വ്യക്തമായിട്ട് കാണിക്കാം. കണ്ടോ, അതെല്ലാം ഇപ്പോൾ ഉരുണ്ട് വീഴും കേട്ടോ. ഇപ്പം താഴേക്ക് വീഴും, അത് വെള്ളത്തിൽ നിന്ന് വീഴും. അത് വെള്ളത്തിലായിരിക്കും. അതേ കണ്ടോ, കൊല വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ടോ, നല്ല മുഴുത്ത കൊല. ഞാൻ കാണിക്കാം, അത് വീണ് കിടക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടോ, നല്ല മുട്ടൻ കൊലയാണ്. കണ്ടോ, അതെല്ലാം വെള്ളം കയറി വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. കണ്ടില്ലേ, ആകെ വളരെ ബുദ്ധിമുട്ടായി. കണ്ടോ, ഇതെല്ലാം കണ്ടോ, കായ്ച്ച് നിൽക്കുന്ന ചെടികളൊക്കെ, ഇത് മരങ്ങളൊക്കെ, ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം വെള്ളം കയറി, അതെല്ലാം വെള്ളം കയറി നശിക്കും. ഈ വാഴയും എല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളുടെ പറമ്പാണ്. പറമ്പിലൊക്കെ വെള്ളം കയറി. കണ്ടോ, വെള്ളത്തിലാണ് എൻ്റെ വാഴയൊക്കെ നിൽക്കുന്നത്, തൈയൊക്കെ നിൽക്കുന്നത് കണ്ടോ, വെള്ളത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. ഇത് കണ്ടോ, മുറ്റത്തൊക്കെ വെള്ളം കയറി, വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറി, പറമ്പിലും എല്ലാം വെള്ളമാണ്. കണ്ടില്ലേ, വാഴയൊക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്, പച്ചക്കറികളും ഒക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതെല്ലാം വെള്ളത്തിലാണ്. കണ്ടോ, പെരയ്ക്കകത്തോട്ട് വെള്ളം കയറുന്നു. കണ്ടോ, ഇതെല്ലാം പെരയ്ക്കകത്തോട്ട് വെള്ളം കയറുകയാണ്. ഇതെല്ലാം വെള്ളമായി. എന്താ ചെയ്യുക, ആകെ ബുദ്ധിമുട്ടിലാണ്. ഇനിയിപ്പം ഒരു രക്ഷയില്ല, ഇതെല്ലാം വെള്ളം. കണ്ടില്ലേ, ഇവിടെയുള്ള വീടുകളെല്ലാം വെള്ളത്തിലാണ്. നോക്ക്, കണ്ടോ, ഇനിയും കണ്ടോ, ഇതെല്ലാം പറമ്പും മുറ്റവും എല്ലാം വെള്ളം. ഇവിടുത്തെ പൊക്കമുള്ള വീടാണ് ഇത്. കണ്ടോ, ഈ വീട്ടിൽ പോലും വെള്ളം കയറി. കണ്ടോ, നോക്ക്, കണ്ടോ, എന്തൊരു ദയനീയമാണ്. കണ്ടോ, വളരെ ദുഃഖകരമാണ്. ഇതിൻ്റെ എല്ലാ സൈഡിലും വെള്ളമാണ്. അയ്യോ, ഭയങ്കര കഷ്ടം. വെള്ളത്തിലാണ്, മൊത്തം വെള്ളം. ചെടിയെല്ലാം ആകെ ദുരിതത്തിലാണ്.